പിന്നെ ഇതിൽ പലതും പറഞ്ഞിട്ട് പല പോസ്റ്റുകളുമാണ്. യുക്തിവാദികളുടെ മഹാചിന്തകൻ്റെ പോസ്റ്റുണ്ട്. അതായത് രാത്രി കറണ്ടിന് ഇരുട്ടായിരിക്കും, പകൽ വെളിച്ചമായിരിക്കും, വെളിച്ചം ഇരുട്ടുണ്ടാവും. അതായിട്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളല്ലേ. കേരളത്തിൽ നല്ലൊരു ഓഷ്യനോഗ്രഫി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് കുസാറ്റിൽ. ഞാൻ തയ്യാറാണ്. കുസാറ്റിലെ സയൻറ്റിസ്റ്റുകൾ ഇരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ ശാസ്ത്രീയമായ വസ്തുതകൾ അവരുടെ മുന്നിൽ വെക്കാം. നിങ്ങൾക്കും വരാം, നമുക്കൊരുമിച്ചിരിക്കാം. ഈ ശാസ്ത്രീയ വസ്തുതകൾ രണ്ട് കാര്യമാണുള്ളത്. ഒന്നുകിൽ ഖുർആനിലെ അർത്ഥം ഞാൻ മാറ്റി, അങ്ങനെയാണെങ്കിൽ അറബി പണ്ഡിതരെ കൊണ്ടുവരട്ടെ, അറബി പണ്ഡിതരെ കൊണ്ടുവരട്ടെ. അവരുടെ അടുത്ത് വലിയ അറബി പണ്ഡിതരുണ്ടെന്നാണല്ലോ പറയുന്നത്. ഖുർആനിലെ ഖുർആൻ്റെ വെല്ലുവിളിക്ക് ഉത്തരം നൽകാൻ പോലും സജ്ജമായ അറബി പണ്ഡിതരെ ഉദ്ധരിക്കുന്ന ആളുകൾ കൊണ്ടുവന്നോട്ടെ. ഞാനീ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾക്ക് എവിടെയെങ്കിലും അർത്ഥവ്യത്യാസം ഞാൻ വരുത്തുന്നുണ്ടോ, അത് അവർ പരിശോധിക്കട്ടെ. അതിനാണ് ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരട്ടെ. നമ്മൾ ഈ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ചിലർ ഈ 20 അടി പോയപ്പോൾ ബോധം കെട്ട കഥ പറഞ്ഞിട്ട് ഇരുട്ട് വന്നു എന്നാണ് പറയുന്നത്. അയാൾക്ക് കണ്ണിൽ ഇരുട്ട് കയറിയിട്ട് ഖുർആൻ എന്ത് പഴച്ചു? അത് അതേപോലെയുള്ള വളരെ ബാലിശമായ യുക്തിവാദികളിൽ നിന്നൊന്നും നമ്മൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അത്രയും ബാലിശമായ വാദങ്ങൾ. ശാസ്ത്രം പറയുക 1000 മീറ്ററിൻ്റെ താഴെ മാത്രമാണ് അർദ്ധരാത്രി മേഖല എന്ന് പറയാൻ കഴിയുന്ന കൂരിരുട്ടുണ്ടാവുക എന്ന് ശാസ്ത്രം പറയുക. നമ്മൾ പറയുക, യുക്തിവാദി സംഘത്തിൻ്റെ ആളുകൾ പറയുക 30 മീറ്റർ താഴേക്ക് പോയാൽ ഇരുട്ട് കാണാൻ പറ്റും എന്ന്. എന്താ കാരണം? ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അറബികൾക്ക് ഈ ഇരുട്ട് അറിയാം. അവിടെയാണ് ഞാൻ പറയുന്നത്, ഓഷ്യോണോഗ്രഫിയിൽ ഇപ്പോൾ കേരളത്തിൽ നല്ലൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കുസാറ്റ്. അവിടുത്തെ പണ്ഡിതന്മാരില്ലേ, അവർ ശാസ്ത്രജ്ഞന്മാരില്ലേ, അവരുടെ മുന്നിൽ നമുക്ക് ഇരിക്കാം. ഞാൻ പറഞ്ഞ 4 പോയിൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം അശാസ്ത്രീയമാണെന്ന് അവർ പറയട്ടെ, ഞാൻ അംഗീകരിക്കാം. അതുപോലെ അറബി പണ്ഡിതരെ കൊണ്ടുവരൂ. അറബി പണ്ഡിതർ ആരെങ്കിലും പറയട്ടെ, പറഞ്ഞ അർത്ഥത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ അംഗീകരിക്കാം. അവിടെയാണ് ഇതിനു വേണ്ടിയാണ് ആ സംവാദത്തിൽ തന്നെ അത് സംഭവിക്കുമായിരുന്നു. അതാണല്ലോ അവർ പേടിച്ചതും. ഞാനതുകൊണ്ടാണ് വീണ്ടും സംവാദത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ടുവരൂ ആ സംവാദത്തെ വിലയിരുത്താനെന്ന് പറഞ്ഞത്. കാരണം ഇവർക്ക് പലപ്പോഴും ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, 970-കൾക്ക് ശേഷമാണ് ഇൻറ്റേർണൽ വേഴ്സിനെ കുറിച്ച് അറിവ് നമുക്ക് ലഭിക്കുന്നത്. 970-ന് ശേഷം ലഭിച്ച ഇൻറ്റേർണൽ വേഴ്സിൻ്റെ അറിവ് കേരളത്തിലെ യുക്തിവാദികൾക്ക് ഒരാൾക്കും അറിയില്ല. നിങ്ങൾ അവരുടെ പോസ്റ്റുകൾ പരിശോധിക്കുക, അറിയില്ല അവർക്ക്.